അധ്യായം 49. വിവാദ ചിത്രം. സിദ്ധാർത്ഥ് അവന്റെ ഓഫീസ് ക്യാബിനിലിരുന്ന് വീണ്ടും നീലിമയെക്കുറിച്ച് തന്നെ ഓർക്കുകയായിരുന്നു. അവൾ പറഞ്ഞതുപോലെ ആ ഫോട്ടോസ് ഫോട്ടോഷോപ്പ് ചെയ്തത് തന്നെയാണോ എന്നറിയാൻ അവന് അതിയായ ആഗ്രഹം തോന്നി. സിദ്ധാർത്ഥ് ഉടനെ ഹേമന്തിനെ ഫോണിൽ വിളിച്ചു. ഹലോ, നീ ആ ഫോട്ടോ എനിക്കൊന്ന് അയച്ചേ. സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ നീലിമയുടെയും സൂര്യയുടെയും ഫോട്ടോയെക്കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തമായി മനസ്സിലായിട്ടും ഹേമന്ത് അറിയാത്ത മട്ടിൽ ചോദിച്ചു. ഏത് ഫോട്ടോ സിദ്ധു? ഹേമന്ത് തന്നെ കളിയാക്കുന്നതാണെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു. പക്ഷെ ആ ഫോട്ടോ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ സ്വസ്ഥമായി ഇരിക്കാൻ വരെ സാധിക്കില്ല. സിദ്ധാർത്ഥ് വീണ്ടും പറഞ്ഞു. നീ നീലിമയുടെ ഫോട്ടോ കാണിച്ചില്ലേ, അതയക്കാൻ. സിദ്ധാർത്ഥ് ആവർത്തിച്ചു. ഓ അതോ, അയക്കാം. ഹേമന്ത് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിനക്കല്ലേ ഞാനത് കാണിച്ചപ്പോ പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞേ, ഇപ്പെന്താ വീണ്ടും കാണാൻ തോന്നുന്നുണ്ടോ? ഹേമന്ത് ചോദിച്ചു. നീ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട, എനിക്ക് വേറൊരു ആവശ്യത്തിനാണ്. വേഗം. സിദ്ധാർത്ഥ് പറഞ്ഞു. ഭാര്യയോടൊപ്പോ സ്നേഹമൊക്കെ ഉണ്ട്, ഇല്ലെന്ന് കാണിക്കുന്നതാലേ? ഹേമന്ത് വീണ്ടും കളിയായി ചോദിച്ചു. ഹേമന്ത് നിർത്തി, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒന്ന് അയക്കുന്നുണ്ടോ? സിദ്ധാർത്ഥ് പറഞ്ഞു. എന്റെ പൊന്നോ, അയച്ചേക്കാം. നിന്നെ ആ പെണ്ണ് എങ്ങനെ സഹിക്കുന്നു ആവോ? ഹേമന്ത് പറഞ്ഞു. സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല. സിദ്ധാർത്ഥിനെ കൂടുതൽ കളിയാക്കിയാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലെന്ന് ചിന്തിച്ചതുകൊണ്ട് ഹേമന്ത് ഉടനെ ഫോൺ വെച്ചു. അവന് ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു. സിദ്ധാർത്ഥ് ഫോട്ടോ തുറന്നു സൂം ചെയ്തു നോക്കി. അത് എഡിറ്റ് ചെയ്ത ഫോട്ടോ തന്നെയാണെന്ന് അപ്പോൾ അവന് ബോധ്യമായി. അവൻ ആശ്വാസത്തോടെ നീലിമയെ ഓർത്തു. അല്ല, ഇനി അവളങ്ങനെ മനസ്സിലാക്കി കാണുമോ സൂര്യക്കൊപ്പം ഫോട്ടോ എടുത്തത് ഇഷ്ടമായില്ലെന്ന്? വേണ്ടായിരുന്നു, ഇനിയിപ്പോ എന്തു ചെയ്യും? സിദ്ധാർത്ഥ് സ്വയം ചോദിച്ചു. ആകെ ചമ്മിയ പോലെ അവൻ ചിരിച്ചു. ഇതെല്ലാം ഓഫീസിലെ ചില സ്റ്റാഫുകൾ ശ്രദ്ധിച്ചിരുന്നു. തങ്ങളുടെ ബോസിന് പെട്ടെന്നുണ്ടായ മാറ്റത്തിൽ അവർക്ക് അത്ഭുതം തോന്നി. അവർ സിദ്ധാർത്ഥ് ചിരിച്ചു കാണുന്നത് തന്നെ അപൂർവമായിരുന്നു. നീലിമ ഓഫീസിലിരുന്ന് സിദ്ധാർത്ഥിനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു. അവൻ തന്നോടങ്ങനെ ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുകയൊന്നുമില്ലെന്നും താൻ തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ അതെല്ലാം മറന്നു കാണുമെന്നും അവൾ ആശ്വസിച്ചു. സിദ്ധാർത്ഥിന്റെ ദേഷ്യം അവൾക്ക് ഇഷ്ടമേ അല്ല. പക്ഷേ സിദ്ധാർത്ഥ് ഭയങ്കര പാവമാണെന്നും ഈ ഇടയായി അവൾക്ക് തോന്നാറുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥിന്റെ ഒരു മെസ്സേജ് അവളുടെ ഫോണിലേക്ക് വന്നു. സോറി എന്നായിരുന്നു അത്. ഇയാൾക്ക് 100 ആയുസാണല്ലോ, എത്രയൊക്കെ കലിപ്പ് കാണിച്ചാലും ഉള്ളു ശുദ്ധമാണെന്ന് മല്ലികാമ പറയുന്നത് വെറുതെയല്ല. നീലിമ പുഞ്ചിരിയോടെ ഓർത്തു. നീലിമ ഫോൺ മാറ്റിവെച്ച ശേഷം ജോലികളിൽ മുഴുകി. അപ്പോൾ അവളുടെ ക്യാബിനിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു. 20-നടത്തി പ്രായമുണ്ടാകൂ. ട്രഡീഷണൽ വേഷത്തിൽ നല്ല സുന്ദരിയായിരുന്നു ആ പെൺകുട്ടി. നീലിമ ആളെ മനസ്സിലാവാത്ത പോലെ നോക്കി. മാഡം, ഞാൻ പ്രിയങ്ക, രാവിലെ വിളിച്ചിരുന്നു. അസിസ്റ്റന്റ് വാക്കൻസിയുടെ കാര്യം അന്വേഷിച്ച് പ്രിയങ്ക സ്വയം പരിചയപ്പെടുത്തി. നീലിമയുടെ മുഖം അത് കേട്ട് തെളിഞ്ഞു. ഓ യെസ്, ഓർക്കുന്നുണ്ട്, നീലിമ പറഞ്ഞു. പ്രിയങ്ക പുഞ്ചിരിച്ചുകൊണ്ട് ക്യാബിനിൽ കയറി ചെന്നു. നീലിമ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് മുന്നിലെ ചെയറിൽ ചെന്നിരുന്നു. നീലിമ അവളുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി സിവിയും സർട്ടിഫിക്കറ്റുകളും പരിശോധിച്ചു നോക്കി. ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂല്ലേ? നീലിമ ചോദിച്ചു. അതേ മാഡം, പ്രിയങ്ക പറഞ്ഞു. നീലിമ അവളുടെ സിവി ചെക്ക് ചെയ്ത് നോക്കി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു. പ്രിയങ്ക, തന്റെ സിവിയൊക്കെ കൊള്ളാം. എനിക്കധികം ചോദ്യങ്ങളൊന്നുമില്ല. HRയുമായി ഒരു ഇന്റർവ്യൂ കൂടെ കാണും, അത് കഴിഞ്ഞാലേ ഫൈനലിസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ, നീലിമ ആധികാരികമായി പറഞ്ഞു. ശരി മാഡം, പ്രിയങ്ക തലയാട്ടി. പ്രിയങ്ക ഈ കമ്പനിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണല്ലോ വന്നത്. ടീമിൽ സെലക്ട് ആയാൽ ഇവിടെ അധികവും മോഡൽസിന് അസിസ്റ്റന്റ് ചെയ്യാനുള്ള ജോലിയൊക്കെ കാണൂ. പക്ഷെ അതത്ര എളുപ്പവുമായിരിക്കില്ല. സൂര്യ എന്നൊരു മോഡലുണ്ട് നമ്മുടെ ടീമിൽ. അവന്റെ എല്ലാ കാര്യങ്ങളും പ്രിയങ്ക ശ്രദ്ധിക്കണം. CV കണ്ടാൽ HR ഇംപ്രസ് ആവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ജോബ് റോളിനെ കുറിച്ച് ഇത്രയും വിശദമായി പറഞ്ഞു തരുന്നത്, നീലിമ വ്യക്തമാക്കി. അത് കേട്ട് പ്രിയങ്കയുടെ മുഖം തെളിഞ്ഞു. മനസ്സിലായി മാഡം, പ്രിയങ്ക പറഞ്ഞു. എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. എപ്പോഴൊക്കെയാണ് ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചിലപ്പോഴൊക്കെ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് പ്രഷർ നന്നായി ഉണ്ടാവും. പിന്നെ ഏത് നിമിഷവും എവിടേക്ക് വേണമെങ്കിലും പോകേണ്ടി വരും ഫോട്ടോഷൂട്ടിന് മറ്റുമായി. സെറ്റ് എവിടേക്ക് ആകുമെന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല. ഇതിനൊക്കെ ഓക്കെയാണോ? നീലിമ ചോദിച്ചു. അതെ മാഡം, എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ് അപ്ലൈ ചെയ്തത് തന്നെ, പ്രിയങ്ക പറഞ്ഞു. അവളുടെ ആ ആത്മവിശ്വാസം നീലിമയ്ക്ക് വളരെ ഇഷ്ടമായി. അവൾ ഉടനെ പറഞ്ഞു. എന്നാ പ്രിയങ്ക വരും, ഞാൻ HRയുമായി ഇന്റർവ്യൂ സെറ്റ് ചെയ്യാം. നീലിമ പറഞ്ഞത് കേട്ട് പ്രിയങ്ക എഴുന്നേറ്റു. അവൾക്കൊപ്പം നീലിമയും എഴുന്നേറ്റു. രണ്ടുപേരും ക്യാബിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സൂര്യ അവിടേക്ക് വന്നു. അവനെ കണ്ട പ്രിയങ്ക ആകെ അമ്പരന്ന മട്ടിൽ അവനെ നോക്കി. പ്രിയങ്കയെ കണ്ടപ്പോൾ സൂര്യയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. സൂര്യ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്, നീലിമ സൂര്യയെ നോക്കി പറഞ്ഞു. സൂര്യ അപ്പോൾ പ്രിയങ്കയെ നോക്കി ഹായ് എന്ന് പറഞ്ഞു. അവന്റെ മുഖം മാറിയത് നീലിമ ശ്രദ്ധിച്ചിരുന്നു. ഹായ് സർ, പ്രിയങ്കയും അമ്പരപ്പ് മറച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ശരി സൂര്യ, ഞാൻ പ്രിയങ്കയുടെ ഇന്റർവ്യൂ സെറ്റ് ചെയ്തിട്ട് വരാം. നീലിമ അത് പറഞ്ഞിട്ട് മുന്നോട്ടു പോയി. പ്രിയങ്കയെ HRന്റെ അടുക്കൽ ഏൽപ്പിച്ച ശേഷം നീലിമ തിരികെ സൂര്യയുടെ അടുത്തേക്ക് വന്നു. സൂര്യ എന്തോ ആലോചനയിലായിരുന്നു.
അവന്റെ മുഖം ശ്രദ്ധിച്ച നീലിമ ചോദിച്ചു. നിനക്കെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നീലിമ ചോദിച്ചത് കേട്ട് സൂര്യ മിണ്ടാതെ അവളെ ഒരു നിമിഷം നോക്കി. അവൻ എന്തോ ആലോചിക്കുകയാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അവൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. നീ പറ, എന്താ കാര്യം? ഒന്നുമില്ല മാഡം, സൂര്യ പറഞ്ഞു. പക്ഷെ അവൻ എന്തോ തന്നോട് മറക്കുന്നത് പോലെ നീലിമയ്ക്ക് തോന്നിയിരുന്നു. അവനെ കൂടുതൽ നിർബന്ധിച്ച് കാര്യമറിയാൻ അവൾ ആഗ്രഹിച്ചില്ല. സൂര്യ പിന്നീട് അവന്റെ ജോലികളിൽ മുഴുകി. നീലിമ അവളുടെ ക്യാബിനിലേക്കും പോയി. ജോലികൾ ഒതുങ്ങിയ ശേഷം നീലിമ ക്യാബിൻ വിട്ടു പുറത്തേക്ക് ഇറങ്ങി. പ്രിയങ്കയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു കാണുമെന്നും അവൾ പോയി കാണുമെന്നും നീലിമയ്ക്ക് തോന്നി. അതിന്റെ അപ്ഡേറ്റും കൂടി അറിയാൻ വേണ്ടിയാണ് നീലിമ ക്യാബിൻ വിട്ടിറങ്ങിയത്. അപ്പോൾ എതിരെ സാമലക്സ് വരുന്നുണ്ടായിരുന്നു. നീലിമയെ കണ്ടപാടെ അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ മറിച്ചു കളഞ്ഞു. അതൊരു ആഡ് ബ്രാൻഡിന്റെ പേരിലുള്ള ഫയലായിരുന്നു. നീലിമ സംശയത്തോടെ അവനെ നോക്കി. സാമലക്സ് ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും പോകാനുള്ള തിരക്കിലായിരുന്നു. അല്ല സാമലക്സ്, നിങ്ങളെ കണ്ടിട്ട് കുറെ ദിവസമായ പോലെയുണ്ടല്ലോ, നാട്ടിലില്ലായിരുന്നു? നീലിമ പുച്ഛത്തോടെ ചോദിച്ചു. അവൾ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കിയ സാമലക്സ് തിരികെയൊന്നും പറയാതെ അവളെ നോക്കി. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. നീലിമയുടെ കാര്യത്തിൽ പോലീസ് സ്റ്റേഷൻ വരെ കയറിയിട്ടും കിരൺ പോലും പിന്നെ അവൾക്ക് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. നീലിമയ്ക്ക് പിന്നിൽ പിടിപാടുള്ള ആരോ ഉണ്ടെന്ന് കിരണിന് സംശയമുള്ളതുപോലെ അവൻ സൂചിപ്പിക്കുകയും ചെയ്തു. വലിയ ബന്ധങ്ങളുള്ള കിരൺ പോലും അങ്ങനെ ചെയ്യുമ്പോൾ താൻ വെറുതെ നീലിമയെ അങ്ങോട്ട് ചൊറിഞ്ഞ് പണി മേടിക്കണ്ട എന്നും സാമലക്സ് ചിന്തിച്ചു. അവൻ പോകാനൊരുങ്ങി. അല്ല, സാധാരണ 100 നാവാണല്ലോ മിസ്റ്റർ സാമിന്, എന്നിട്ട് എന്തു പറ്റി? നീലിമ വീണ്ടും ചോദിച്ചു. അത്രയൊക്കെ സംസാരിച്ചിട്ടും സാമലക്സ് ഒരക്ഷരം തിരിച്ചു പറഞ്ഞില്ല. സാധാരണ അയാൾ അങ്ങനെയല്ല. അവന്റെ ആ മാറ്റം അവൾക്ക് അത്ഭുതമായി തോന്നിയിരുന്നു. എനിക്കിത്തിരി ജോലിയുണ്ട്, വഴിയിൽ നിന്ന് മാറൂ. സാമലക്സ് വീണ്ടും നീലിമയെ കടന്നു പോവാൻ ശ്രമിച്ചു. അവൾ അയാൾക്ക് മുന്നിൽ കയറി നിന്നു. അപ്പോൾ അയാളുടെ ഫയലിൽ ധ്യാനിന്റെ ചില ഫോട്ടോകൾ അവൾ ശ്രദ്ധിച്ചിരുന്നു. അത് കാണാത്ത മട്ടിൽ നീലിമ ഉടനെ പറഞ്ഞു. ജോലി എനിക്കുമുണ്ട്. അല്ല സാമലക്സ്, ഇപ്പൊ തീരെ ഉറക്കം കുറവാണെന്ന് തോന്നുന്നല്ലോ. കുറ്റബോധം കാണുമല്ലേ? അത്രത്തോളം ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ, പലതും പലരോടും. നീലിമ അർത്ഥം വെച്ച് പറഞ്ഞത് കേട്ട സാമലക്സിന്റെ മുഖം കോപം കൊണ്ട് തുടുത്തു. പക്ഷേ അവൻ അവളോടൊന്നും പറയാൻ നിന്നില്ല. നീലിമ പക്ഷെ വിടാനുള്ള ഭാവമില്ലായിരുന്നു. എന്തേ, ഇപ്പൊ ഒന്നും പറയാനില്ലേ? നീയൊക്കെ എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടാവും, എന്നെ കൊടുക്കാൻ നോക്കിയതുപോലെ. നീലിമ പെട്ടെന്ന് ആ കാര്യം പറഞ്ഞത് കേട്ട സാമലക്സ് അസ്വസ്ഥനായതുപോലെ തോന്നി. എവിടെ പോയി നിന്റെ ബോസ് കിരൺ? നാട് വിട്ടോ? സ്റ്റേഷനിലൊക്കെ ആയിരുന്നു കേട്ടല്ലോ. നീലിമ പറഞ്ഞു. സത്യത്തിൽ കിരണും സാമും തനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമെന്ന് അവൾക്കുള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. അത് അവർ തിരിച്ചറിയാതിരിക്കാനാണ് നീലിമ സാമലക്സിനോട് അത്രയും ധൈര്യത്തിൽ സംസാരിച്ചത്. സാമലക്സ് വഴി കിരൺ അറിയുമെന്ന് അവൾക്കറിയാം. തനിക്ക് പിന്നിൽ അധികാരവും സ്വാധീനവുമുള്ള ആരോ ഉണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു നീലിമയുടെ സംസാരം. അത് സാമലക്സ് പ്രതീക്ഷിച്ചില്ല. അവൾ ഭയന്ന് കുറച്ചായിരിക്കും മുന്നിൽ വരിക എന്നായിരുന്നു അയാളുടെ വിചാരം. നീലിമ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്ര ധൈര്യമായി സംസാരിക്കണമെന്നുണ്ടേ? അവൾക്ക് പിന്നിൽ കിരൺ പറഞ്ഞ പോലെ ആരോ ഉണ്ടെന്ന് അവൻ അപ്പോൾ തോന്നി. ആരെ കണ്ടിട്ടാണ് നീ ഇന്നെ പിടിക്കുന്നത്? സാമലക്സ് ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്തായാലും നിന്നെപ്പോലെ വല്ലവരെയും കണ്ട് നെഗളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല മിസ്റ്റർ സാമലക്സ്, നീലിമ പറഞ്ഞു. സാമലക്സിന് തന്റെ മുഖത്ത് അടി കിട്ടിയതുപോലെയാണ് അവളത് പറഞ്ഞപ്പോൾ തോന്നിയത്. നീലിമ അവനെ തന്നെ രൂക്ഷമായി നോക്കി. എന്നിട്ട് പറഞ്ഞു. നീ കളിച്ച ചീപ്പ് ഷോയൊക്കെ നന്നായി എനിക്കറിയാം. നിന്നെയും കേസിൽ പെടുത്താനൊക്കെ എനിക്കറിയാഞ്ഞിട്ടല്ല. നിന്റെ ബോസില്ലേ ആ കിരൺ, അവനും നീയും ഒരു ടീമാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. പിന്നെ നീ തന്ന ഡ്രിങ്ക് കുടിച്ചിട്ടാണ് ബോധം പോയതെന്നും എനിക്ക് മനസ്സിലായതാ. നിന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്കുള്ളത് വഴിയേ വരുന്നുണ്ട്. ഓഫീസിൽ ഞാൻ ഈ കാര്യം പരസ്യമാക്കിയാലുണ്ടല്ലോ, നിന്ന് നാറും താൻ. എന്റെ മുന്നിൽ നിന്ന് പോടോ, നീലിമ അരിശത്തോടെ പറഞ്ഞു. സാമലക്സ് അവളെ രൂക്ഷമായി നോക്കിയ ശേഷം അവിടെ നിന്നും പോയി. അവന്റെ ഉള്ളിൽ അവളോടുള്ള പക പിന്നെയും കൂടി. നീലിമയപ്പോൾ അവന്റെ കയ്യിലുള്ള ഫയലിന്റെ കാര്യമായിരുന്നു ചിന്തിച്ചത്. അതിൽ പ്രമുഖ കോസ്മെറ്റിക് ബ്രാൻഡിന്റെ പേരും ധ്യാനിന്റെ ഫോട്ടോയും അവൾ വീണ്ടും വീണ്ടും ഓർത്തു നോക്കി. സാമലക്സ് എന്തിനാണ് തന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല. അവൾ ഉടനെ ഫോൺ എടുത്ത് ആ ബ്രാൻഡിന്റെ പേര് സെർച്ച് ചെയ്തു. ആ കോസ്മെറ്റിക് ബ്രാൻഡ് പുതിയൊരു മോഡലിനെ തേടുന്നുണ്ട് എന്ന പരസ്യം അവരുടെ വെബ്സൈറ്റിൽ ഫീച്ചർ ചെയ്തിരുന്നു. അതിലേക്ക് ധ്യാനിനെ അയക്കാനാണ് സാമലക്സ് ശ്രമിക്കുന്നത്. ആ അവസരം ധ്യാനിനെ പോലെ ഒന്നിനും കൊള്ളാത്തൊരുത്തിന് കിട്ടിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് സൂര്യയ്ക്ക് കിട്ടണം. സാമലക്സിന്റെ ടീം നേരിട്ടിടപെട്ടതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ആ കമ്പനി ഇങ്ങോട്ട് വന്ന് സൂര്യയോട് അവരുടെ മോഡൽ ആവാമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അതിനെന്താണ് വഴിയെന്ന് നീലിമ ചിന്തിച്ചു നോക്കി. ആ കമ്പനി മേക്കപ്പ് ഇല്ലാതെയുള്ള ഫോട്ടോസ് അയച്ചു തരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് അവസരമെന്ന് ഫീച്ചർ ചെയ്തിരുന്നു. പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ തോന്നി. നീലിമ വേഗം വെബ്സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്തു. എന്നിട്ട് സൂര്യയെ കാണാൻ ഓടി. നീലിമ കിതച്ചുകൊണ്ട് വരുന്നത് കണ്ട സൂര്യ അവളെ നോക്കി. എന്തു പറ്റി മാഡം? സൂര്യ ചോദിച്ചു.
അവൻ മേക്കപ്പ് ഇല്ലാതെ ഒരു കാഷ്വൽ ഡ്രസ്സ് ധരിച്ചാണ് നിന്നിരുന്നത്. ആ വേഷത്തിൽ അവൻ ഭയങ്കര സുന്ദരനായിരുന്നു. നീലിമ ഉടനെ അവന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ശ്രമിച്ചു. എന്താ മേഡം പെട്ടെന്ന്, സൂര്യ ചോദിച്ചു. കാര്യമൊക്കെ പിന്നെ പറയാം, നീ ഒന്ന് പോസ്റ്റ് ചെയ്തേ, നീലിമ പറഞ്ഞു. അവൻ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു. കുറച്ച് ഫോട്ടോസ് എടുത്ത് എഡിറ്റ് പോലും ചെയ്യാതെ നീലിമ ഫേസ്ബുക്കിൽ ആ കമ്പനിയെ ടാഗ് ചെയ്ത ശേഷം പോസ്റ്റ് ചെയ്തു. അങ്ങനെയെങ്കിലും അവർ സൂര്യയെ കാണട്ടെ എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. സൂര്യ, പുതിയൊരു ചാൻസ് വന്നിട്ടുണ്ട്. സെലക്ട് ആയാൽ നീ രക്ഷപ്പെട്ടു. പ്രമുഖ മോഡൽ ലക്ഷ്മിയൊക്കെയാണ് നിനക്ക് പെയറായി വരുന്നത്. ആ സാമലക്സ് അവന്റെ ടീമിലെ ധ്യാനിനെയോ ദിലീപിനെയോ അയക്കുന്നതിന് മുമ്പ് നിന്നെ അവർ കാണണം. അതിനാണ് ഞാൻ ഈ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്തത്, നീലിമ ഉത്സാഹത്തോട് പറഞ്ഞു. അവളുടെ ഉത്സാഹം കണ്ട സൂര്യയ്ക്ക് സന്തോഷം തോന്നി. നീലിമ തനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഓർത്തപ്പോൾ അവന് അവളോട് എന്ത് പറയണമെന്ന് തന്നെ അറിയില്ലായിരുന്നു. നീലിമ ആകാംക്ഷയോടെ ഫോണിൽ തന്നെ നോക്കിയിരിപ്പായിരുന്നു. പക്ഷേ കോസ്മെറ്റിക് കമ്പനിയിൽ നിന്ന് യാതൊരു റെസ്പോൺസും വന്നില്ല. അതോടെ അവൾക്ക് നിരാശ തോന്നി. അവൾ സൂര്യയുടെ കുറച്ച് ഫോട്ടോസ് മെയിൽ ചെയ്യുകയും കൂടെ ചെയ്തു. അവളുടെ നിരാശ ശ്രദ്ധിച്ച സൂര്യ പറഞ്ഞു, സാരമില്ല മേഡം, അവസരം ഇനിയും വരുമല്ലോ. അത് കേട്ട് നീലിമ അവനെ നോക്കി. അവസരങ്ങൾ വരും, പക്ഷേ ഇതുപോലുള്ളത് വരില്ല സൂര്യ. നിനക്കിത് കിട്ടും, നോക്കിക്കോ, നീലിമ പറഞ്ഞു. അവളുടെ ആത്മവിശ്വാസം കുറക്കാൻ തോന്നാതിരുന്നതുകൊണ്ട് സൂര്യ പിന്നെയൊന്നും പറഞ്ഞില്ല. അവൾ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് ആകാംക്ഷയോടെ നഖം കടിച്ചു.